ഹായ് ഓൾ. ഇന്ന് എല്ലാവരും എന്നോട് കുറച്ച് ആളായിട്ട് ചോദിക്കുന്നുണ്ട്. എന്താ വെച്ചെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ എപ്പോൾ എക്സിറ്റ് ചെയ്യണം, എങ്ങനെ എൻ്റർ ചെയ്യണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയോ, മാർക്കറ്റിലേക്ക് ആദ്യം തന്നെ മാർക്കറ്റിൻ്റെ മുകളിലേക്ക് പോകുന്നോട്ട് ഒരു ട്രേഡ് എടുക്കും. അതിനുശേഷം ടെൻഷനാണ്, ഇത് എപ്പോൾ ഇറങ്ങണം, എങ്ങനെ എക്സിറ്റ് ആവണം, ഇതൊന്നും എങ്ങനെ എക്സിറ്റ് ആവുന്ന ഏത് സമയത്ത് ഇറങ്ങണം. ചിലപ്പോൾ ചെറുതായിട്ട് ലോസിലേക്ക് പോകുമ്പോൾ തന്നെ പറയും ഇറങ്ങാനായോ, എക്സിറ്റ് ആവാനായോ, താഴേക്ക് പോവോ, മുകളിലേക്ക് പോവോ. കാരണം ഇങ്ങനെയൊക്കെ ചിന്ത വരാൻ കാരണം എന്താ പറയുക, ബേസിക്കായിട്ട് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്ലാൻ ഇല്ല. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവണം. എന്തുകൊണ്ട് ഞാൻ ആ ട്രേഡ് എടുത്തു എന്നുള്ളതിനൊരു റീസൺ ഉണ്ടാവണം. അതില്ലാത്തതാണ് കുഴപ്പം. പെട്ടെന്നൊരു തോന്നലിന് ബുള്ളിഷ് ആവും എന്ന് തോന്നലിന് നമ്മൾ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ബൈ ചെയ്യുന്നു. ഇല്ലേ, പെട്ടെന്നൊരു തോന്നലിന് ബിയറിഷ് ആവുമെന്ന് തോന്നുന്നു, നമ്മൾ താഴേക്ക് ട്രേഡ് എടുക്കുന്നു. ഇങ്ങനെയല്ല മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ടത്. നമുക്ക് മാർക്കറ്റ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, 100% ഒരാൾക്കും ആവില്ല, അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. പക്ഷേ മാർക്കറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം, നമുക്ക് കൃത്യമായ ഒരു വ്യൂ ഉണ്ടാവണം. ആ വ്യൂവിലേക്ക് മാർക്കറ്റ് വന്നാൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യും. ആ വ്യൂ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താ പറയുക, ഇപ്പോൾ ഇന്നത്തെ ഉദാഹരണം പറഞ്ഞില്ല, നാളെ ഇപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നു. നാളെ ഇപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു നമുക്ക് ഒരിക്കലും 100% പറയാൻ പറ്റും. പക്ഷേ എനിക്കൊരു വ്യൂ ഉണ്ടായില്ല. ആ വ്യൂക്ക് അനുസരിച്ചിട്ട് മാർക്കറ്റ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ സൈഡിലേക്ക് പൊസിഷൻ എടുക്കും. അപ്പോൾ എൻ്റെ വ്യൂ തെറ്റുന്ന ഒരു സമയം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ മുകളിലേക്ക് പോകുന്നൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഞാൻ ഒരു ദിവസം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതുകൊണ്ട് ഞാനൊരു ട്രേഡ് എടുക്കുന്നത്. ആ ട്രേഡ് എടുക്കാൻ പല റീസൺ ഉണ്ടാവും. ആ റീസൺ എപ്പോഴാണോ തെറ്റുന്നത്, ആ മാർക്കറ്റ് ഒരു ലെവലിൽ താഴേക്ക് വരുമ്പോഴായിരിക്കും എൻ്റെ വ്യൂ തെറ്റുന്നത്. ആ ലെവൽ എനിക്ക് മനസ്സിലാവണം. ഒരു ഉദാഹരണമായിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താ വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് വരുന്നത്, ഒരു സപ്പോർട്ട് ലെവലുണ്ട്, അവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് മുകളിലേക്ക് പോകാണെന്ന് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാകാതെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, മാർക്കറ്റിന് മുകളിലേക്ക് പോകുന്നത്. മാത്രമല്ല മറ്റ് ഇഷ്യൂസുകളൊന്നും മാർക്കറ്റിലില്ല. അപ്പോൾ മുകളിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് മാർക്കറ്റിനുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ലെവലിന് മുകളിലേക്ക് പോകും. അപ്പോൾ ആ ലെവലിലേക്ക് എത്തിയപ്പോൾ ഞാൻ ട്രേഡ് ബൈ ചെയ്തു അല്ലേ. അതിനുശേഷം കുറച്ച് താഴേക്ക് സോഫ്റ്റ് വെക്കും, ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണ്ടാവും നമ്മൾ ആ ലെവലിൽ നിന്ന്. കാരണം വെച്ചെങ്കിൽ ഒരു ബ്രീത്തിങ് സ്പേസ് കുറയും. അത് മാർക്കറ്റ് കുറച്ചും കൂടി ചിലപ്പോൾ താഴേക്ക് വന്നിട്ട് ലിക്വിഡേറ്റ് എടുത്ത് ചിലപ്പോൾ കുറച്ച് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സ്പേസും കൂടി നമ്മൾ കൊടുക്കണം. ആ സ്പേസും കൂടി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് വെക്കും. എൻ്റെ വ്യൂ തെറ്റിപ്പോയി വിചാരിച്ചു, അന്ന് മാർക്കറ്റ് തെറ്റിപ്പോയി എന്ത് ചെയ്യും, ഇതിന് താഴേക്ക് വന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാർക്കറ്റ് ചിലപ്പോൾ താഴേക്ക് പോകാൻ ശേഷം മുകളിലേക്ക് തിരിച്ചു പോകും. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല, എനിക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഇങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ഒരുവിധം എല്ലാവരും ട്രേഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓപ്ഷൻസിലായാലും ശരി, സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് ബൈ ചെയ്യുമ്പോഴും ആയാലും ശരി, നമ്മൾ എല്ലാ അനാലിസിസും ചെയ്തതിന് ശേഷം ആ അനാലിസിസിൽ കൃത്യമായി ആ സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എവിടെ ഇറങ്ങണം എന്നുള്ളത് നമ്മൾ കൃത്യമായി തീരുമാനിച്ചിരിക്കണം. അത് സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ടാർഗറ്റിലും വേണം. ഇത് ഓപ്ഷൻസ് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്ന് കരുതി ഒരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്തു, ആ സ്റ്റോക്ക് കുറച്ച് മുകളിലേക്ക് പോയി, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല, പിന്നെ കുറച്ചും കൂടി മുകളിൽ ഇനിയും പോകുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അല്ലേ. അത് നേരെ വന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോകും. ഇത്തരം സിറ്റുവേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ അറിയോ, നമുക്ക് ഓപ്ഷൻസിൽ കുറച്ച് മുകളിലേക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ബൈയിങ് പ്രൈസിനേക്കാളും കുറച്ച് മുകളിലായിട്ട് ചെറിയൊരു പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, 2-3 ലോട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ പകുതി ലോട്ട് അതിന് ബുക്ക് ചെയ്തിറങ്ങും, ബാക്കി പകുതി കുറച്ചും കൂടി മുകളിലേക്ക് പോകുമ്പോൾ ബുക്ക് ചെയ്തിറങ്ങും. ഇല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ് കുറച്ച് കയറ്റി വെക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അല്ലാതെ നമുക്ക് ഒരിക്കലും മാർക്കറ്റ് 100% ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നു, ഇവിടെ മാർക്കറ്റ് വരും, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ പോകും, അങ്ങനെയൊക്കെ പലരും പറയുന്നത് അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരിക്കലും വിജയിക്കില്ല. നമ്മൾ ചെറിയ ചെറിയ ട്രിക്കുകളുണ്ട് ഇതിൽ. അത്തരം ചെറിയ ചെറിയ ട്രിക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ തന്നെ മാർക്കറ്റിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. എല്ലാ ട്രേഡും നമുക്ക് 100% നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടില്ല. ഒരു 60% കിട്ടിയാൽ 50% കിട്ടിയാൽ മതി. പക്ഷെ ഇതുപോലെയുള്ള ട്രിക്കുകൾ ഉപയോഗിക്കുക. നമ്മളെപ്പോഴും നമ്മളെ പൊസിഷൻ സൈസിങ് കൃത്യമാക്കുക. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു കാര്യം പറഞ്ഞു. നമുക്കിപ്പോൾ ഒരു 1,00,000 രൂപയുള്ള ഒരാൾ, അയാൾ 2% ഒരു ദിവസം റിസ്ക് എടുക്കുന്നത്, ഇല്ലെങ്കിൽ 1% റിസ്ക് എടുക്കുന്നു, 1000 രൂപ അല്ലേ. നമ്മൾ അനാലിസിസ് ചെയ്തിട്ടാകുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിന് താഴെ ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട്. മാർക്കറ്റ് താഴേക്ക് വരും, അപ്പോൾ ഈ ഇവിടെയും കൂടി വന്നിട്ട് പോകുള്ളൂ എന്ന് കണ്ടു. അത് നമ്മളെ ഇതുണ്ട്, നമ്മളെ സ്റ്റോപ്പ് ലോസ് കുറേ താഴത്താണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ട്രേഡ് അത്ര റിസ്ക് എടുക്കാൻ പറ്റും. സാധാരണ ക്വാണ്ടിറ്റിയിൽ എടുത്ത 3000 രൂപയോളം റിസ്ക് വരുന്നു വിചാരിച്ചോളൂ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് കുറക്കല്ല വേണ്ടത്, നമ്മൾ എടുക്കുന്ന ട്രേഡിൻ്റെ എണ്ണം കുറക്കണം. സാധാരണ ഇതിൽ 3 ട്രേഡ് എടുക്കുന്ന ഒരാൾ അന്ന് ഒരു 3 ഇരട്ടി റിസ്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ട്രേഡ് ഒന്നാക്കി മാറ്റാം. ഒരു ട്രേഡ് എടുത്താൽ മതി. അപ്പം ഒരുപാട് ട്രേഡ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല ഇനിയിപ്പോൾ കുറച്ച് താഴേക്ക് വന്ന് രണ്ടാമത്തെ സപ്പോർട്ടിൽ എത്തുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡും കൂടി ആഡ് ചെയ്യാം. എത്തിയാലില്ല അവിടെ നിന്ന് തിരിച്ചു പോയാൽ നമുക്ക് ആ പ്രോഫിറ്റ് എടുക്കാം. അല്ല വീണ്ടും രണ്ടാമത്തെ സപ്പോർട്ടിലേക്ക് എത്തി, സെക്കൻഡ് സപ്പോർട്ട് ലെവലിൽ എത്തി നമുക്ക് ഒന്നും കൂടി ബൈ ചെയ്ത് നിൽക്കാം. അപ്പോൾ ചിലപ്പോൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ആ ലാഭം കിട്ടും അല്ലേ. റിസ്ക് കുറച്ച് കുറയുകയും ചെയ്യും. അങ്ങനെ റിസ്ക് നമ്മൾ മാക്സിമം മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്നല്ലാതെ കണ്ട് നമുക്ക് നഷ്ടം വരുമ്പോൾ ചെറിയ നഷ്ടത്തിലേക്ക് ഒതുക്കുകയും ലാഭം വരുമ്പോൾ കുറച്ച് മാക്സിമം കിട്ടുന്നവരെടുക്കുകയും ചെയ്യുന്നതിലേ മാർക്കറ്റ് നടപടിയാവുള്ളൂ.
അത് ഒരിക്കലും നമുക്ക് കൃത്യമായ ലെവലുകൾ പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഏകദേശം നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്ത് പറ്റും, ഏകദേശം ലെവലുകളൊക്കെ പറയാൻ വേണ്ടി പറ്റും. ഏകദേശം ആ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് കളിക്കുക, ഇന്ന പോലെയൊക്കെ ചെയ്യാതെ നമുക്ക് ഏകദേശം പറയാം. അത് ഏകദേശം ഒരുവിധമൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ശരിയായി വരും. അത് പിന്നെ പിന്നെ ആകുമ്പോൾ പിന്നെ തുടക്കക്കാർ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നൊരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നാളെ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചു, അതൊന്നും നമുക്ക് ശാസ്ത്രമായ ഒരു പരിഹാരം. ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു നമുക്ക് ലെവലുകൾ വെക്കണമല്ലോ. ഇത്ര ലെവലുകൾ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം. ഒരു EMA ക്രോസ് റോഡ് സിമ്പിൾ 20 EMA നിങ്ങൾ ഉപയോഗിച്ച് വിചാരിച്ചോ. 20 EMAക്ക് മുകളിലേക്ക് മാർക്കറ്റ് പോയാൽ ഞാൻ ബൈ ചെയ്യും. എൻ്റെ പ്ലാനാ നിങ്ങൾക്ക് എഴുതിക്കോ. മുകളിലേക്ക് പോയി ഞാൻ കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. ഇതിൽ ചോക്ക് ഞാൻ ബൈ ചെയ്തു. ഞാൻ വെയിറ്റ് ചെയ്യുന്നു. 20 EMAക്ക് താഴേക്ക് വരുന്നുണ്ട്, ഞാൻ എക്സിറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ പ്ലാൻ വെക്കരുത്. അപ്പോൾ അതാണ് നമ്മുടെ മാർക്കറ്റിലെ ഒരു വ്യൂ. 20 EMAക്ക് മുകളിൽ പോയാൽ അത് ബുള്ളിഷാണ് നമ്മുടെ വ്യൂ. താഴേക്ക് വന്നിട്ട് നമ്മൾ വ്യൂ തെറ്റി നമ്മളത് എക്സിറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ആ മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. നമുക്ക് തിരിച്ച് മുകളിലേക്ക് 20 EMAൻ്റെ മുകളിലേക്ക് തന്നെ പോയാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഇറങ്ങാം. ഇത് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് മാർക്കറ്റ് കൃത്യമായ ഡയറക്ഷൻ പറയാനൊന്നും പറ്റില്ല. ഇത് കൂടുതൽ സാധ്യത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലോബൽ ഇഷ്യൂസും മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ്സ് അതൊക്കെ നമുക്ക് ന്യൂസുകളിലൂടെയും മറ്റ് കാര്യങ്ങളിലൂടെ നമുക്ക് അറിയില്ല. ഒരുവിധ ഏകദേശം സെൻറ്റിമെൻറ്റ്സ് അറിയാം. ഇപ്പോൾ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്കപ്പോൾ നെഗറ്റീവ് ട്രേഡുകൾ, അതായത് ഒരു പുട്ട് ഓപ്ഷനിലേക്ക്, അതായത് നെഗറ്റീവ് സൈഡിലേക്കുള്ളൊരു ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് എടുക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഡൗൺ സൈഡിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ നോക്കി വെക്കുക. നമ്മൾ മുമ്പ് ഈ പ്ലാനൊക്കെ നമ്മൾ ഒരിക്കലും മാർക്കറ്റ് തുറന്നതിന് ശേഷമല്ലേ കേട്ടോ ഈ പ്ലാൻ ഉണ്ടാക്കേണ്ടത്. ഒരിക്കലും ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാകണം. അതായത് ഒരു വീട് വെക്കുന്നതിന് മുമ്പ് പ്ലാൻ വേണമെന്ന് പറയുന്നില്ലേ. അല്ലാതെ വീട് വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പ്ലാൻ വരച്ചുകൊണ്ടിരിക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഒരു മാർക്കറ്റിലേക്ക് നിങ്ങൾ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അതിനെ കൂടി പഠിച്ചിട്ട് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി വെക്കുക. ആ പ്ലാൻ അനുസരിച്ച് മാത്രം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. മാർക്കറ്റിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല. നിങ്ങൾ പ്ലാനിൽ ഒതുങ്ങുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുത്താൽ മതി. ഇപ്പോൾ നാളെ ഇപ്പോൾ ഞാൻ വേറെ സൈഡിലേക്ക് ട്രേഡ് എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ എനിക്ക് ട്രേഡ് ഇല്ല എന്നാണ്. കാരണം എനിക്ക് ലെവലുകളൊന്നുമില്ല, എത്ര പോകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുക്കാണ്ടിരിക്കാം. അപ്പോൾ എൻ്റെ ലെവലിലേക്ക് മാർക്കറ്റ് വന്നു, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് സാധ്യത കുറച്ച് കൂടിയല്ലേ. ഞാൻ വിചാരിച്ചു അതേ സൈഡിലേക്ക് മാർക്കറ്റ് വരികയും ചെയ്തു. അപ്പോൾ ചെറിയ സാധ്യതയുണ്ട്. കൃത്യമായ സ്റ്റോപ്പ് ലോസ് അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്ന് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാം. മുകളിലേക്ക് പോകുകയാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുക്കുക ഇറങ്ങാം. അത്രയും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഒരാൾക്ക് 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നല്ലൊരു എന്തെങ്കിലും ഉദാഹരണം SBI പോലത്തെ ബാങ്ക് സ്റ്റോക്ക് കാണുന്നത് നല്ല ലെവലുകളിലേക്ക് എത്തുമ്പോൾ വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ 800 റുപ്യ ഉണ്ടെങ്കിൽ 800 രൂപയാണുള്ളതെങ്കിൽ കുറച്ച് 800 നിങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ലൊരു ലെവലിലേക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ സ്റ്റോക്ക് കൂടിയും അല്ലേ, നല്ല സ്റ്റോക്ക് കൂടിയും മോശം സ്റ്റോക്ക് കൂടിയും. അപ്പോൾ നല്ല സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ബൈ ചെയ്യാം. മാക്സിമം ബൈ ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത പ്രാവശ്യം ഇടിയുമ്പോൾ കുറച്ചും കൂടി ബൈ ചെയ്യുക. അങ്ങനെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് കുറേ ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്കുകളൊക്കെ. അപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ എന്തായാലും നല്ലൊരു ബുള്ളിഷ് റാലി അതിനിടയ്ക്ക് വരും. ആ സമയത്ത് നല്ല റാലി കിട്ടുമ്പോൾ എല്ലാം എക്സിറ്റ് ചെയ്ത് ഇറങ്ങുക. അതാണ് കുറച്ചൊരു നല്ലൊരു നടപടി ആവുന്നൊരു പ്രവൃത്തി. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കണ്ട് നമുക്കിപ്പോൾ കൃത്യമായി രാവിലെ എഴുന്നേറ്റ് മാർക്കറ്റ് ഇവിടെ പോകുന്നതിൻ്റെ അതിൻ്റെ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുന്ന് നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ഇങ്ങനെ ഒരു ആകാംക്ഷയാണ് എല്ലാവർക്കും. ഈ ഭയങ്കര ആകാംക്ഷ. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോവോ താഴേക്ക് പോവോ, ഈ ലൈനവിടെ പോയി ആ ഇൻഡിക്കേറ്റർ പോയി ഒരു സപ്പോർട്ട് ചെയ്യാൻ വരയ്ക്കുന്നു, വന്നതിന് ശേഷം മുകളിലൊരു സപ്പോർട്ട് വരയ്ക്കുന്നു. ഇതൊന്നും മാർക്കറ്റിൽ എത്തുമ്പോൾ നമുക്ക് ടെൻഷൻ കൂട്ടേ ഉള്ളൂ. പെട്ടെന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ലൈൻ കിട്ടിയതാ, ഒരു ലൈൻ വന്നു എന്നപ്പോൾ ഇരുന്ന് ഇങ്ങോട്ട് ബുള്ളിഷ് ട്രേഡ് എടുക്കുക. അതൊരു പ്രോപ്പർ മെത്തേഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും മാത്രമേ എങ്ങനെ അത് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതിലൊക്കെ മനസ്സിലായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് യാതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് കുറേ ഫെയിലിയർ ഏറ്റവും കൂടുതൽ ഉണ്ടായതായില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നുമില്ല. നമുക്ക് പറ്റുന്ന ടാർഗറ്റ് എടുക്കുക, സ്റ്റോപ്പ് ലോസ് ടോപ്പ് ലോസ് എടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. അല്ലാതെ അപ്പോൾ ഡിസിഷൻ മാറ്റിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് കൊണ്ട് പോകും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുക, പെട്ടെന്നിൻ്റെ തീരുമാനം. അതായത് നിങ്ങൾക്ക് ഏകദേശം പ്ലാൻ ഉണ്ടാക്കുക, നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക. അതിനുശേഷം ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ മാർക്കറ്റിൽ മുന്നോട്ട് പോവുക. ഓക്കെ, അത് സ്റ്റോക്കിലായാലും ശരി ഓപ്ഷൻസിലായാലും ശരി. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്റ്റോക്ക് എടുത്തേ, അല്ലെ സ്റ്റോക്കിലായിക്കോട്ടെ ഓപ്ഷൻസ് ആയിക്കോട്ടെ, എടുത്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കരുത്. ഇനി ഞാൻ എന്താക്കും അതൊരിക്കലും ചിന്തിക്കരുത്. എന്താക്കുന്നതിൽ കയറുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്യാം. അത് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങിക്കോളാം. അപ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് നിങ്ങളെ സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ഡിസൈഡ് ചെയ്ത് വെക്കാം, ഒരു സ്ട്രാറ്റജി ഡിസൈഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ പ്രൊബബിലിറ്റി കുറവാണ്, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒന്നും കൂടെ അതിൻ്റെ പ്രൊബബിലിറ്റി കൂട്ടാൻ വേണ്ടി നോക്കുക. പഴയ ചാർട്ടുകളിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, എങ്ങനെ വർക്ക് ചെയ്തിട്ട് മുമ്പൊക്കെ എങ്ങനെ വർക്ക് ചെയ്തിട്ട് നിങ്ങളെ പ്ലാൻ അങ്ങനെ നല്ല രീതിയിൽ പ്ലാനൊക്കെ വർക്ക് ചെയ്തിട്ട് നോക്കും. പഴയതിലൊക്കെ വർക്ക് ചെയ്ത് നോക്കും. നല്ല വിജയ ഉണ്ടെങ്കിൽ ഒരു 50% 60% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. മാർക്കറ്റിൽ ഒരു കുഴപ്പമില്ല. കാരണം റിസ്ക് ഒരുപാട് 1:2 ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിജയിക്കും.
എന്തായാലും മാർക്കറ്റിൽ കുറച്ച് കാലം അത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കിട്ടും അതിനെപ്പറ്റി. ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ, ഒന്നോ രണ്ടോ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ചാർട്ടിൽ ആഡ് ചെയ്ത് ഒന്നോ രണ്ടോ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ലെവലുകൾ നോക്കി എന്നിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മാക്സിമം നിങ്ങൾ സപ്പോർട്ടും റെസിസ്റ്റൻസ് നോക്കുക, മാർക്കറ്റിൻ്റെ എന്ത് ഓവറോൾ വ്യൂ നോക്കുക. അതായത് മാർക്കറ്റിൽ രാവിലെ ഗ്ലോബൽ മാർക്കറ്റിൽ എങ്ങനെയൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബലെല്ലാം നെഗറ്റീവിലേക്കാണ്, നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്ലോബലിൽ മറ്റ് റൺ ചെയ്ത കുറേ മാർക്കറ്റുകളുണ്ട്, അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കുക. നെഗറ്റീവിലാണ് പോസിറ്റീവിലാണ് നോക്കുക, ചിലപ്പോൾ സൈഡ് വേസ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് നോക്കാം, നമ്മൾ ഇന്ത്യയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കാം. അങ്ങനെയൊന്നും ഇല്ലാതെ കണ്ട് അതനുസരിച്ചിട്ട് വേണം മാർക്കറ്റിനെ നമുക്ക് അതനുസരിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിനെ നോക്കി കാണാൻ വേണ്ടി. അല്ലാതെ പെട്ടെന്നുള്ള എടുത്തിയാട്ടത്തിന് മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാതിരിക്കാം. ഒരു ചെക്ക് ലിസ്റ്റ് വെക്കുന്നതല്ല, എനിക്ക് തോന്നുന്നത് ഞാനൊരു ചെക്ക് ലിസ്റ്റ് വെക്കാറുണ്ട്. രാവിലെ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നോക്കണമെന്ന്. എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് കൃത്യമായി നോക്കി അതൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. അതിൻ്റെ ഒക്കെ ഞാൻ ഡാറ്റ എഴുതി വെക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് പോകുന്നത് എന്ന്. തിങ്കളാഴ്ചത്തെ ട്രേഡ് പറയുന്നത് ഓൾറെഡി എൻ്റെ ചെക്ക് ലിസ്റ്റ് 4 തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റും ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ എവിടെയാണെന്ന് നോക്കും. അതും കൂടി നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് നാളത്തെ ട്രേഡിലേക്ക് കയറും. അത്രയേ ഉള്ളൂ. അല്ല ട്രേഡ് ഉണ്ടെങ്കിൽ കയറും, ഇല്ലെങ്കിൽ കയറുമില്ല, മിണ്ടാണ്ടിരിക്കും. അങ്ങനെ നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ വെച്ച് ട്രേഡ് ചെയ്ത് നോക്ക്. ഇതെന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് എന്തെങ്കിലും വിജയിക്കുന്നുണ്ടോ, അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ല, എൻ്റെ തെറ്റ്, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് ഡിസ്കസ് ചെയ്ത് കൂടുതൽ നന്നായിട്ട് എല്ലാവരും ട്രേഡ് ചെയ്യാം. ഓക്കെ.